Morning, all. So today I'd like to, do three activities with you. But before I proceed with that, I'd like you to try and remember our previous lessons. So in our previous lessons, what have we done? നമ്മൾ എന്താണ് ചെയ്തിട്ടില്ലേ previous lessonsലെ we have done nouns. What are nouns? Nouns are naming words. Okay. Then we did pronouns. Pronouns are substitutes of nouns. or pronouns എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്? ഒരു സെൻറ്റൻസിൽ നൗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വെൻ വി ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദ നൗൺ അഗെയിൻ വാട്ട് ഡു വി യൂസ്? നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നൗൺ പിന്നെയും നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല ഉണ്ടെങ്കിൽ that is pronoun. For example, if the sentence is Gopi went to a shop and Gopi went to the theatre. സോ അങ്ങനെ നമ്മൾ പറയുമ്പം നമ്മൾ 2 പ്രാവശ്യം ഗോപി യൂസ് ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് ഗോപി വെൻ ടു ദ ഷോപ്പ് ആൻഡ് ദെൻ ഹീ വെൻ ടു ദ തിയേറ്റർ അങ്ങനെ പറയുമ്പം ഹീ എന്താണ്? ഹീ ആണ് പ്രോനൗൺ. Okay, so I hope you've recalled this. Next is adjectives. What are adjectives? Adjectives are describing words. Describe എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ നമ്മളൊരു വിവരണം കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ഇപ്പോൾ സപ്പോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഗോപി. അപ്പോൾ ഗോപി നമ്മളിപ്പോൾ പറയുന്നത് ഗോപി നല്ലൊരു മനുഷ്യനാണ്, ഗോപി ഈസ് എ വെരി ഗുഡ് മാൻ. അപ്പോൾ അതിൽ ഗോപീനെ നമ്മൾ എങ്ങനെയാണ് ഗോപീൻ്റെ വിവരണം കൊടുക്കുന്നത്? by saying that Gopi is a good man. അപ്പോൾ എന്താണ് adjective? Adjective ആണ് good. So this is I'm just trying to recall what I've already done. Next, what did we do? We did adverbs, articles and determiners. So determiners are not that important here. Right now, we are focused on articles, then nouns and pronouns. Noun, pronouns and adjectives. Okay. So articles എന്തായിരുന്നു? ആർട്ടിക്കിൾസ് ആണ് എ ആൻഡ് ദ. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എ ആൻഡ് ആൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മളൊരു ജനറൽ സിറ്റുവേഷൻ വരുമ്പോഴാണ് എ ആൻഡ് ആൻ യൂസ് ചെയ്യുക. ആൻ നമ്മൾ യൂസ് ചെയ്യുക വവൽ സൗണ്ട്സിൻ്റെ മുമ്പെയാണ്. വാട്ട് ആർ വവൽ സൗണ്ട്സ്? വവൽ സൗണ്ട്സ് AEIOU എന്നുള്ള വേർഡ്സ്, അങ്ങനത്തെ ലെറ്ററിൻ്റെ സൗണ്ടിൽ നിന്ന് സ്റ്റാർട്ടാകുമ്പം ഒരു വേർഡ് ആൻ ആണ് അതിൻ്റെ മുമ്പിൽ വരിക. ഫോർ എക്സാമ്പിൾ ഓണസ്റ്റ് നമ്മൾ പറയുമ്പം നമ്മളൊരിക്കലും എച്ച് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, നമ്മൾ ഓ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓ എന്താണ്? ഓ ഒരു വാവലാണ്. അപ്പോൾ ഓ വാവൽ സൗണ്ട് വരുമ്പം അതും എന്താവും? അതിൻ്റെ മുമ്പ് എന്താ വരിക? ആൻ. സിമിലർ ആൻ. പിന്നെ ഒബ്വിയസ്ലി ആപ്പിൾ, അങ്ങനത്തെ എല്ലാം AEIOU സൗണ്ട്സിലെ വേർഡ്സിൻ്റെ മുമ്പേയും ആൻ വരും അല്ലേ? പിന്നെ എ എന്തിൻ്റെ മുമ്പിലാണ് വരിക? എ ബാക്കി കോൺസോണൻറ്റ് സൗണ്ട്സിൻ്റെ മുമ്പിലാണ് വരിക. കോൺസണൻറ്റ് സൗണ്ട്സ് ഏത് സൗണ്ടാണ്? ഈ AEIOU എന്നുള്ള സൗണ്ട് അല്ലാത്ത ബാക്കി എത്ര സൗണ്ട്സ് ഉണ്ടോ അതൊക്കെയാണ് കോൺസണൻറ്റ് സൗണ്ട്സ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്താ വരിക? എ വരും. അപ്പോൾ ഒരു ജനറൽ സിറ്റുവേഷൻ വരുമ്പം വി യൂസ് എ ആൻഡ് ആൻ. അപ്പോൾ നമ്മൾ എ ഓർ ആൻ യൂസ് ചെയ്യുമ്പോൾ എന്താവുക? സിറ്റുവേഷൻ ഭയങ്കര ജനറൽ ആയിരിക്കും. നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് കറക്റ്റ്ലി പറയാൻ പറ്റില്ല. ഏതാണ് എക്സാക്ട്ലി വി ഡോണ്ട് നോ. ഇറ്റ്സ് ജസ്റ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. വി ഹാവ് ടു അസ്യൂം ഇറ്റ് ഇസ് സംതിങ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ദ യൂസ് ചെയ്യുമ്പം ദ എന്താണ്? ദ എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സാധനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ എന്ന് പറയുമ്പം വി ആർ പോയിൻറ്റിങ് അറ്റ് എ പർട്ടിക്കുലർ തിങ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഐ വെൻറ്റ് ടു എ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. അപ്പം ഞാൻ എ പാർട്ടിയിൽ പോയി എന്ന് പറയുമ്പം ഞാൻ ഒരു പാർട്ടിയിൽ പോയി. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താണ്? നിനക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല ഞാൻ ഏത് പാർട്ടിയിലാണ് പോയെന്ന്. ഞാൻ ഒരു പാർട്ടിയിൽ പോയെന്ന് നിങ്ങൾക്കറിയാം. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഞാനിപ്പം ഐ വെൻറ്റ് ടു ദ പാർട്ടി എന്ന് പറയുമ്പം ഞാൻ ആ പാർട്ടിയിൽ പോയി എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ആ പാർട്ടി എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാർട്ടിയിലാണ് ഞാൻ പോയത് എന്നാണ് അർത്ഥം അല്ലേ? സോ യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ തിങ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. നൗ വിൽ ബി ഡൂയിങ് ആൻ ആക്ടിവിറ്റി. സിൻസ് ഐ ഹവ് ഓൾറെഡി ഡൺ ദ ആക്ടിവിറ്റി ഇൻ ക്ലാസ്, ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് വേർഷൻസ് ഒന്ന് പറഞ്ഞു തരും. കാരണം നമ്മൾ ക്ലാസ് ചെയ്യുമ്പം ഒബ്വിയസ്ലി ഞാൻ എല്ലാവരോടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അത് നമ്മൾ പ്രോപ്പറായിട്ടൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്തു. സോ നൗ വിൽ ഡു ഇറ്റ് ഇൻ എ മോർ ഓർഗനൈസ്ഡ് മാനർ. വേം നമ്മൾ ഒന്ന് വായിച്ചു പോകും. ഓക്കെ, സോ ദ സെൻറ്റൻസ് ഇസ് ഓൾഡ് ഗോപി എ ബെഗർ ഹാഡ് ആൻ ക്രൂക്കഡ് ലെഗ്. അപ്പോൾ ആദ്യം ആൻ ഹൈലൈറ്റഡ് ആണെന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻ റോങ് ആണ്. അപ്പോൾ ആൻ റോങ് ആകുമ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓൾഡ് ഗോപി ഒരു ഭിക്ഷക്കാരനാണ്. ആൻഡ് ഹി ഹാഡ് ആൻ ക്രൂക്കഡ് ലെഗ്, ഒരു
നൊണ്ടിക്കാലനായിരുന്നു. സോ വാട്ട് വിൽ കം ബിഫോർ ക്രുക്കഡ്? ക്രുക്കഡ് എന്താണ്? ക്രുക്കഡ് ക്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സൗണ്ടാണ് വരുന്നത്? കോൺസണൻറ്റ് സൗണ്ട് അല്ലേ? അപ്പം ഹാഡ് എ ക്രുക്കഡ് ലെഗ് ആയിരിക്കും. ഹാഡ് ആൻഡ് ക്രുക്കഡ് ലെഗ് അല്ല. ഓക്കെ, സോ ലെറ്റ്സ് പ്രൊസീഡ്. ആൻഡ് ഹാഡ് ബീൻ സിറ്റിംഗ് ഓൺ എ ഫുട്പാത്ത് ഫോർ ഇയേഴ്സ്. അപ്പോൾ ഏതോ ഒരു ഫുട്പാത്തിൽ ഗോപി ഇരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അങ്ങനെയാണോ സെൻറ്റൻസ് വേണ്ടത്? ഒരു പർട്ടിക്കുലർ ഫുട്പാത്തിൽ ഇരിക്കുന്നതെന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? നമ്മൾ അങ്ങനെയല്ല എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ദ. Okay, begging for alms. So old Gopi, a beggar, had a crooked leg and had been sitting on the footpath for years, begging for alms. So in an evening, ഒരു ഈവനിങ്ങിൽ ആരെങ്കിലും വരുമായിരുന്നു. ഒരു ഈവനിങ്, ഇൻ ആൻ ഈവനിങ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ഈവനിങ്ങിൽ. പക്ഷേ ഇത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഈവനിങ്ങിലും അങ്ങനെ എന്താ പറയുക, എല്ലാ ഈവനിങ്ങിലും നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. സോ വാട്ട് ഡു വി സേ? We'll say in the evening. അപ്പം correct sentence എന്താണ്? In the evening, anyone would come and take him home on his shoulders. So what will you replace anyone with? Anyone ആരെങ്കിലും വന്നിട്ട് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ ദിവസവും വേറെ വേറെ ആളാണോ വരിക? Do you think that will be the correct form? No. So what will we say instead of anyone? We will use someone. So ഒരു പർട്ടിക്കുലർ മനുഷ്യനാണ് someone, ഒരാൾ വന്നിട്ട് കൊണ്ടുപോകും. ഏതെങ്കിലും ഒരാളല്ല, ഒരാൾ. ഓക്കെ, എന്താ ചെയ്യുക? ഒരാൾ വന്നിട്ട് ഗോപിനെ തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോകും. നത്തിങ് ഹാഡ് എവർ സീൻ ഹിം വാക്ക്. അപ്പം ഒരു സാധനവും, നത്തിങ്, തിങ് എന്ന് പറയുമ്പം സാധനം. സോ ഒരു സാധനവും ഗോപിനെ നടക്കുന്ന കണ്ടിട്ടില്ല. സോ ഡു യു തിങ്ക് ദാറ്റ് വീൽ സേ, നമ്മളെ ഫോക്കസ് എന്താ? ഏതെങ്കിലും സാധനം കാണുന്നുണ്ടോ ഇല്ലയോലാണോ, അതോ ഏതെങ്കിലും ലിവിങ് തിങ് അല്ലെങ്കിൽ മനുഷ്യൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നാണോ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വരിക? No one had ever seen him walk. But now, on learning that a bank was robbed, പക്ഷേ ഇപ്പം എന്താ പറ്റിയ? ഇപ്പം ബാങ്ക് എന്താ പറ്റിയ? ബാങ്ക് റോബായി, ബാങ്കിൽ കളവ് നടന്നു. സോ ഗോപി ഷോക്ക്ഡ് someone by jumping to her feet and actually running at an good speed in a direction of a bank. Okay, so let's take this one slowly. അപ്പോൾ ഗോപി എന്താ ചെയ്തത്? ഗോപി ഷോക്ക്ഡ് someone. ഗോപി ആരെയാ ഷോക്ക് ചെയ്തത്? ഏതെങ്കിലും ഒരാളെയാണോ ഷോക്ക് ചെയ്തത്? നോ, ഹി ഷോക്ക്ഡ് എവ്രി വൺ. സോ ഗോപി ഷോക്ക്ഡ് എവ്രി വൺ ബൈ ജമ്പിങ് ടു ഹർ ആണോ? ഗോപി നമ്മൾ ഇത്രയും നേരം ഒരു മാൻ ആണെന്നല്ല നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. സോ ഹൗ വിൽ ഹി സഡൻലി ജംപ് ടു ഹർ ഫീറ്റ്? സോ വാട്ട് വിൽ ഹി ജംപ് ടു? ഹി വിൽ ജംപ് ടു ഹിസ് ഫീറ്റ്. ഓക്കെ, ആൻഡ് ബൈ റണ്ണിങ് ആറ്റ് ആൻ ഗുഡ് സ്പീഡ്. അപ്പോൾ ഗ എന്ന് പറയുമ്പോൾ അത് എന്ത് സൗണ്ടാണ്? കോൺസണൻറ്റ് സൗണ്ട് അല്ലേ? അപ്പോൾ ഗുഡിൻ്റെ മുമ്പ് എന്താ വരിക? ബൈ റണ്ണിങ് ആറ്റ് എ ഗുഡ് സ്പീഡ് ഇൻ എ ഡിറക്ഷൻ ഓഫ് എ ബാങ്ക്. അപ്പം ഈ പോർഷൻ പ്ലീസ് ശ്രദ്ധിക്കുക. ഡിറക്ഷനിലാണോ? ഏതെങ്കിലും ഒരു ഡിറക്ഷനിൽ ഏതെങ്കിലും ഒരു ബാങ്കിലാണോ പോയിരിക്കുന്നത്? അല്ലല്ലോ. നമ്മളിതിൽ എന്താ, ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ ഓടി ഒരു പർട്ടിക്കുലർ ബാങ്കിലേക്ക്. അപ്പം എങ്ങനെ നമ്മൾ പറയാ? ആറ്റ് a good speed in the direction of the bank. Okay, it soon became known that he had many money in a bank. അപ്പോൾ നമ്മൾ many എന്തിനാ യൂസ് ചെയ്യുന്നത്? many നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുക? many നമ്മൾ യൂസ് ചെയ്യും നമുക്ക് കുറേ പൈസയുണ്ട്, പക്ഷേ അത് അങ്ങനെ പറയുമ്പോൾ many എന്ന് വരുന്നത്. പക്ഷേ many എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടബിൾ കാര്യമാണ്. അപ്പം ഇയാളെ മണി കൗണ്ടബിൾ ആയിരിക്കും, പക്ഷെ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം എങ്ങനെയാണ് പറയുക? a lot of money. Okay, so he had a lot of money in the bank, obviously. അല്ലേ? So I'll just repeat this one. So story എന്താണ്? സ്റ്റോറിയാണ് ഓൾഡ് ഗോപി ഒരു ഭിക്ഷക്കാരനാണ്. He had a crooked leg and had been sitting on the footpath for years begging for alms. So ഗോപി എന്താ ചെയ്യുക? ഗോപി ഫുട്പാത്തിൽ കുറേ വർഷങ്ങളായി ഇരുന്നിട്ട് ഭിക്ഷ ചോദിക്കുകയായിരുന്നു. In the evening, someone would come and take him home on his shoulders. So എല്ലാ വൈകുന്നേരം ഒരാൾ വന്നിട്ട് ഗോപിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. Nothing had ever seen him walk. So ഗോപിനെ not nothing, no one. അപ്പം ആരും ഗോപിനെ ഇതുവരെ നടക്കുന്ന കണ്ടിട്ടില്ല. But now on learning that a bank was robbed, Gopi shocked everyone by jumping to his feet and actually running at a good speed in the direction of the bank. അപ്പം പക്ഷേ ഇപ്പം ഗോപി എല്ലാവരെയും ഷോക്ക് ചെയ്തു. എങ്ങനെയാണ് ഷോക്ക് ചെയ്തത്? ഗോപി ഭയങ്കര സ്പീഡിൽ ഒരു ഡിറക്ഷനിലേക്ക്, ബാങ്കിൻ്റെ ഡിറക്ഷനിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ അറിഞ്ഞ് എല്ലാവരും? സോ ഇറ്റ് സൂൺ ബിക്കെയിം നോൺ ദാറ്റ് ഹി ഹാഡ് എ ലോട്ട് ഓഫ് മണി ഇൻ ദ ബാങ്ക്. അപ്പം എല്ലാവർക്കും ക്ലിയറായി ഗോപീൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്.
Okay, so this was the first activity. That is the sixth activity of your book Words to Deeds in page 20. Next is activity 7. So activity 7 നിങ്ങൾ എന്തെങ്കിലും 2 സെൻറ്റൻസസ് നിങ്ങൾ എന്നെ പറ്റുമ്പോൾ ഇനി തൊട്ട് ഇംഗ്ലീഷിൽ ആലോചിക്കുക. ഇപ്പോൾ ഇതിലെന്താ ഗോപിനെ പറ്റി നമ്മൾ എന്തെങ്കിലും ധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ആലോചിച്ച് വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് പറയാൻ പറ്റും ഗോപിനെ പറ്റിയിട്ട്? ഗോപി വാസ് എ ചീറ്റർ, ഗോപി വാസ് എ ലയർ, ഗോപി പ്രിറ്റൻഡഡ് to have a crooked leg. അല്ലേ? So he pretended to have a crooked leg. Then he pretended to be poor. Pretended എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ എന്താ പറയുക, ഐ എം സോ സോറി, ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഇതിൻ്റെ മലയാളം, ബട്ട് ഐ സോർട്ട് ഓഫ് ഫുഗോട്ട് ഇറ്റ്. അപ്പോൾ എന്തായിരുന്നത്? സോ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെന്ന് ആക്ട് ചെയ്തു. ആക്ച്വലി അല്ലായിരുന്നു, പക്ഷെ ആണെന്ന് ആക്ട് ചെയ്തു. ഓക്കെ, വാട്ട് എൽസ് ക്യാൻ യു സേ അബൌട്ട് ഗോപി? യു ക്യാൻ സേ ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞ സെൻറ്റൻസസ് പോലത്തെ സെൻറ്റൻസസ് നമ്മൾ ഫോം ചെയ്യുക. നമ്മൾ ഇതേപോലെ എന്തെങ്കിലും പാസേജ് വായിക്കുമ്പോൾ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ അവരെ പറ്റിയിട്ടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുമ്പം നമ്മളത് ഇംഗ്ലീഷിൽ ഫോം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ ലാസ്റ്റ് വൺ. അപ്പം ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ എന്താണ്? സോ ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് കൊടുത്തിട്ട് ഈ പാരഗ്രാഫ് കറക്റ്റ് ചെയ്യും. ഓക്കെ, so sometimes it gets really baffling when I have to decide whether to capitalize a letter. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെപ്പോൾ എവിടെയാണ് പോസ് ചെയ്യുന്നത് അവിടെ ഒന്നിക്ക് കോമ വരും, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വരും. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഒരു സെൻറ്റൻസ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ക്യാപിറ്റൽ ലെറ്ററിലേ സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പോൾ സംടൈംസ് എസ് വിൽ ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. So sometimes it gets really baffling. Baffling means confusing. When I have to decide, അതേപോലെ ഐ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും നമ്മൾ ഐ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഐ എന്ന് പറയുമ്പോൾ ഞാൻ. ഓക്കെ, സോ വെൻ ഐ ഹാവ് ടു ഡിസൈഡ് വെദർ ടു ക്യാപിറ്റലൈസ് എ ലെറ്റർ, അപ്പം എനിക്ക് ഒരു ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണെന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ്. സോ നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ലെറ്റർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. I know I don't always have to capitalize the word doctor. അപ്പം ഈ സെൻറ്റൻസ് പ്ലീസ് നമ്മൾ ഒന്ന് കെയർഫുള്ളി കേൾക്കുക. അപ്പം ഇവിടെ എന്താണ് സെൻറ്റൻസിൽ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഈ സെൻറ്റൻസിലെ 2 ഐയും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. നെക്സ്റ്റ്, I know I don't always have to capitalize the word doctor. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്കറിയാം എനിക്ക് ഡോക്ടർ എന്നുള്ള വാക്ക് എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും, എനിക്ക് എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പം ഇവിടുത്തെ ഡോക്ടർ എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിലാണോ സ്മോൾ ലെറ്ററിലാണോ വേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ, റൈറ്റ്? കാരണം ഞാൻ പറയുന്നത് എപ്പോഴും ഇതേപോലെ ഡോക്ടർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഡോക്ടർ ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഡു ഐ ഹാവ് ടു ക്യാപിറ്റലൈസ് ഡോക്ടർ ജോൺസൺ? ഓക്കെ, ഇതും ഒന്ന് പ്രോപ്പർലി കേൾക്കുക. ഡി ഇവിടെ ഒബ്വിയസ്ലി ക്യാപിറ്റൽ ലെറ്റർ, ഐ ക്യാപിറ്റൽ ലെറ്റർ. സോ ഞാൻ എപ്പോഴും ഡോക്ടർ ജോൺസൺ ക്യാപിറ്റലൈസ് ചെയ്യണോ? അപ്പം ഇവിടെ ചെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഡോക്ടർ ജോൺസൺ ക്യാപിറ്റലൈസ് ചെയ്യണോ എന്ന്. അപ്പം ഡോക്ടർ ജോൺസൺ സ്മോൾ ലെറ്ററിൽ തന്നെയായിരിക്കും ഉള്ളത്. ജോൺസൺ എന്നുള്ള പേര് ജെ വിൽ ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഡോക്ടർ പക്ഷേ DR എന്ന് എഴുതിയത് ഒരിക്കലും ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലായിരിക്കും. എന്തുകൊണ്ട്? കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യണോ എന്നാണ്. അപ്പം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കാര്യം, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡു ഐ ഹാവ് ടു, അപ്പം ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല ക്വസ്റ്റ്യൻ മാർക്കാണ് വരിക. നെക്സ്റ്റ് സെൻറ്റൻസ്, ദർ ഈസ് ഓൾസോ ദ ക്വസ്റ്റ്യൻ ഓഫ് കോമ എന്ന ശേഷം ഒരു കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, കോമ, എക്സ്ക്ലമേഷൻ മാർക്ക്, ഓർ ജസ്റ്റ് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സെൻറ്റൻസ്. ഓക്കെ, വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മളവിടെ കോമ യൂസ് ചെയ്യില്ലല്ലോ. അതേപോലെ ഓർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോമ യൂസ് ചെയ്യില്ല. സോ ഓർ ജസ്റ്റ് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സെൻറ്റൻസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദർ ഈസ് ഓൾസോ ദ ഇഷ്യൂ ഓഫ് സിംപ്ലിസിറ്റി. അപ്പം വേറെന്താണ് ഇഷ്യൂ ഇല്ലേ, നമ്മൾ സിമ്പിൾ വേയിലാണോ എഴുതുന്നത് അതോ അല്ലയോ? Can I state a sentence in such a way that no one comprehends anything? So can I state എന്ന് പറയുമ്പോൾ തന്നെ അത് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം എനിത്തിങ്ങിൻ്റെ
ഫ്രണ്ടിൽ എന്തായിരിക്കും? ഫുൾ സ്റ്റോപ്പാണ്, ക്വസ്റ്റ്യൻ മാർക്കാണോ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമാണ് എന്താണ്? എനിക്ക് എന്തെങ്കിലും സെൻറ്റൻസ് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ പറയാൻ പറ്റുമോ? Now the last sentence. The only thing I am sure now, the only thing, comma, the only thing I am sure now, comma, is that it will be a lot easier if I pay more attention to my English class. അപ്പം ക്ലാസ്സിന് ശേഷം ഫുൾ സ്റ്റോപ്പ്. ഇതാണ് എറേഴ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് ചെയ്തത് എന്ന് കാണാം. ഓക്കെ, we'll move on to the vocabulary for now. ബാഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ്, വളരെ കൺഫ്യൂസിങ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ബാഫ്ലിംഗ്. റോബ്ഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രോപ്പർട്ടി അൺലോഫുള്ളി ഫ്രം ബൈ ത്രെറ്റ് ഓർ ഫോഴ്സ്. ഓക്കെ, താങ്ക് യു.